ഹായ് ഫ്രണ്ട്സ്, നമുക്കേ ഇന്ന് കറിക്കൊന്നും ഇല്ലാതിരിക്കുമായിരുന്നേ. അന്നേരമാണ് ലോട്ടറി അടിച്ച പോലെ ചേട്ടായി വിളിച്ചു പറഞ്ഞത് ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ട ഉടനെ ഞാൻ കറിക്ക് ആവശ്യമുള്ള സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിഞ്ഞു വെച്ച്. പക്ഷേ ചിക്കൻ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കിനും അറിയുന്നത് കുറച്ചേ ഉള്ളെന്ന്. ഒരു കോഴി മേടിച്ചിട്ട് കുറച്ച് വീട്ടിലും കൊടുത്ത് കുറച്ച് നമുക്കും എടുത്ത്. അന്നേരം പിന്നെ കിട്ടിയതാകട്ടെ ഇച്ചിരി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് വെക്കാമെന്ന് പറഞ്ഞ് അത് പെട്ടെന്ന് ശരിയാക്കി എടുക്കുക. അന്നേരം ഞാൻ ചിക്കൻ എന്ന് കേട്ടപ്പം തന്നെ കുറേ സവോളയൊക്കെ അരിഞ്ഞ് ഒരു വലിയ കോഴിക്കുള്ള കറിക്കുള്ള എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളതും കൊണ്ട് കറി വെക്കാമെന്നുള്ള ഇത് ഇരിക്കുക. അങ്ങനെ ചട്ടി വെച്ച് അതിനിടയ്ക്ക് ഞാൻ ആ ചിക്കനെല്ലാം കഴുകി നല്ലതായിട്ട് കഴുകി എടുത്തിട്ട് അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളന്നേരം ചിക്കൻ കഴുകിയപ്പോഴത്തേന് അതിനകത്ത് ഇച്ചിരി തൈരും ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാണ് കഴുകിയത്. ആ ചിക്കനകത്തെ ആ ഉളുമ്പെല്ലാം അങ്ങ് പൊക്കോളും. അങ്ങനെല്ലാം കഴുകി ചെറുതായിട്ടെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിനാവശ്യമുള്ള സവോളയും തേങ്ങാക്കൊത്ത് നമ്മൾ നല്ലതായിട്ട് ഇടുന്നുണ്ട്. ഈ വഴറ്റുന്നതിനകത്ത് തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുത്തിട്ട് വെക്കുവാണേ. നമ്മുടെ സിമ്പിളൊരു കറിയാണ്. പിന്നെ നമുക്കിവിടെ ചിക്കൻ കറിയോ അങ്ങനെ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേറെ കറി ഒന്നും വേണ്ട, ഈ ഒരു കറി മാത്രം മതി. അന്നേരം ചേട്ടായി വന്നപ്പം തെരളിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നമുക്കിതിവിടെ തെരളിയെ ചിലടത്ത് കുമ്പിളം എന്നൊക്കെ പറയുന്ന ആ ഒരപ്പമാണ്. അന്നേരം അതും ഇതിൻ്റെ ഇടയ്ക്ക് കഴിപ്പ് നടക്കുന്നുണ്ട്. അന്നേരം എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അന്നേരം ഇന്ന് നമുക്കിപ്പം ചിക്കൻ കറി വെക്കാനായിട്ട് ചിക്കൻ മസാല ഇല്ലായിരുന്നേ. അന്നേരം ചേട്ടായി 10 രൂപയുടെ ചെറിയൊരു സാമ്പിൾ പാക്കറ്റ് മേടിച്ചു. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. അത് ആദ്യമായിട്ട് നമ്മൾ മേടിക്കുക. അതിട്ട് വെച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെന്ന്. ആ പൊടി ഉള്ളതുകൊണ്ട് തന്നെ അന്നേരം മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കുറച്ചായിടും. അല്ലെങ്കിൽ ഞങ്ങളിവിടെ ഈ ചിക്കൻ മസാലയൊന്നും മേടിക്കത്തില്ലേ, നമ്മൾ പൊടിപ്പിക്കുന്ന മസാല ഇട്ട് തന്നെയാണ് കറി വെക്കുന്നത്. ഇന്നിപ്പം പൊടിപ്പിക്കുന്ന മസാല ഇല്ല. ഇത് പിന്നെ ഒന്ന് നോക്കാമെന്ന് വെച്ച് മേടിച്ച് എങ്ങനെയുണ്ടെന്ന്. ഇത്രയും ചിക്കനും ഉള്ളായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഉരുളക്കിഴങ്ങും കൂടെ കണ്ടിച്ചിടുന്നുണ്ട്. അങ്ങനെ കറിയൊക്കെ ശരിയായി. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.